ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തേർഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. അപ്പോൾ ഇതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേഗം ഒന്ന് പറഞ്ഞു പോകാം നമുക്ക്. അതിൽ ഫസ്റ്റ് നോക്കുന്നത് ഓഫർ എന്താണ്, അല്ലെങ്കിൽ ഓഫറിന് പറഞ്ഞ പേരാണ് പ്രപ്പോസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. Section 2A of the Indian Contract Act defines a proposal as and when one person signifies to another his willingness to do or to abstain from doing anything with a view to obtaining the assent of that other. Such act abstinence he is said to make a proposal. പ്രപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിനെ കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ ചെയ്യുന്നതിൽ നിന്ന് അയാൾ പിന്നോട്ട് നിൽക്കുകയോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്രപ്പോസൽ എന്ന് പറയുന്നത്. രണ്ട് വ്യക്തികളാണ് പ്രധാനമായിട്ടുള്ളത്. ഒരാൾ പ്രപ്പോസർ അല്ലെങ്കിൽ ഓഫറർ എന്ന് പറയും, മറ്റേ ആൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ഓഫറി ആയി മാറുകയാണ് ചെയ്യുന്നത്.